The next lesson that we are going to do is set off and carry forward of losses. So at the very outset, let me explain this concept with an example. Say for example, Mr. A. Mr. A is running a business and he is having two business. അപ്പോൾ എക്ക് രണ്ട് ബിസിനസ് ഉണ്ട്. രണ്ട് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകവും ആസ് ഫാർ ആസ് എ ഈസ് കൺസേൺഡ് വാട്ട് ഹെഡ് ഓഫ് ഇൻകം ഈസ് ഇറ്റ് ഈസ് ഇൻകം ഫ്രം PGBP, right? Profits and gains of business or profession. അപ്പോൾ എൻ്റെ PGBP ഇൻകത്തിൽ ഹീ ഈസ് ഹാവിങ് ടു ബിസിനസ്, രണ്ട് ബിസിനസ്സാണ് പ്രധാനമായിട്ടുള്ളത്. ജ്വല്ലറി ബിസിനസ്സും ഉണ്ട്, അതുപോലെ തന്നെ ഹീ ഈസ് ഹാവിങ് ടെക്സ്റ്റൈൽ ബിസിനസ്സും. അപ്പോൾ ഈ വർഷം അവൻ്റെ ജ്വല്ലറി ബിസിനസ്സിൽ ഹീ ഈസ് ഹാവിങ് പ്രോഫിറ്റ്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ബിസിനസ് ഹീ ഈസ് ഹാവിങ് ലോസ്. അപ്പോൾ നമുക്കറിയാം ലോസ് എന്ന് പറഞ്ഞാൽ ലോസാണ് അവിടുത്തെ ഇൻകം. അപ്പോൾ ബിസിനസ്സിൽ ലോസും ഉണ്ട്, ബിസിനസ്സിൽ എന്തുണ്ട്, പ്രോഫിറ്റും ഉണ്ട്. അപ്പോൾ ഇവരുടെ ലോസ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ബിസിനസ്സിൻ്റെ 3 lakhs, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ ജ്വല്ലറി ബിസിനസ്സിൻ്റെ ജ്വല്ലറി ബിസിനസ്സിൻ്റെ 10 lakhs. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ on what amount will he be paying the income tax? 10 lakh വേണോ ഇൻകം ടാക്സ് ഇറക്കേണ്ടത്, അതോ വേറെ വല്ല എമൗണ്ടും വേണോ, പ്രോഫിറ്റുമേ മാത്രമാണോ ഇൻകം ടാക്സ് ഇറക്കേണ്ടത്, അതോ ഈ പ്രോഫിറ്റും ലോസും ബാലൻസ് ചെയ്തിട്ട് ബാക്കി 7 lakh വേണോ ടാക്സ് ഇറക്കേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് സെറ്റിംഗ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്. സെറ്റിംഗ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു അസസിക്ക് ഏതൊരു വർഷം ഇൻകം ഉണ്ടായി കഴിഞ്ഞാലും ആ ഇൻകത്തുമേ അസസി എന്ത് കൊടുക്കും, ടാക്സ് കൊടുക്കും. അസസിക്ക് ഏതൊരു ഹെഡിൽ ഇൻകം ഉണ്ടാവാം എന്നതുപോലെ തന്നെ അസസിക്ക് ഏത് ഹെഡിലും എന്തുണ്ടാവാം, ലോസ് ഉണ്ടാവാം. അപ്പോൾ ഈ ലോസ് ഉണ്ടാവുന്ന സമയത്ത് ആര് റിലീഫ് കൊടുക്കണം, അസസിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിലീഫ് കൊടുക്കണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിലീഫ് കൊടുക്കണം ആർക്ക്, അസസിക്ക്. അങ്ങനെ റിലീഫ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് സെറ്റ് ഓഫ് ലോസസ് ആൻഡ് ക്യാരി ഫോർവേഡ്. എന്താണ് സെറ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊന്നുമില്ല. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ട് 10 lakh ജ്വല്ലറി ബിസിനസ്സിൽ നിന്ന്, അതുപോലെ തന്നെ ഇവിടെ ഒരു ലോസ് ഉണ്ട് നമുക്ക് ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ നിന്ന്. അപ്പോൾ സെറ്റ് ഓഫ് പ്രൊവിഷൻസ് പറയുന്നത് ഇതാണ്, ഈ രണ്ട് ലോസും വിത്തിൻ സെയിം ഹെഡിൽ നിന്നുള്ള ലോസുകളാണ് അല്ലേ, PGBP എന്നുള്ള ഹെഡിൽ നിന്നുള്ള ലോസുകളാണ്. അപ്പോൾ PGBP ഹെഡിൻ്റെ ഉള്ളിൽ എനിക്ക് 2 സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത്. ഏതൊക്കെ സോഴ്സ് ഓഫ് ഇൻകം? ഒന്ന് ബിസിനസ് ജ്വല്ലറി ബിസിനസ് എന്നുള്ള സോഴ്സും, അതുപോലെ തന്നെ ഒന്ന് ടെക്സ്റ്റൈൽ ബിസിനസ് എന്നുള്ള സോഴ്സും. അപ്പോൾ ഈ 2 സോഴ്സുകൾ തമ്മിൽ എനിക്ക് പ്രോഫിറ്റും ലോസും ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഈ സോഴ്സുകൾ തമ്മിലുള്ള ഈ ലോസ് ഈ സോഴ്സുകൾ തമ്മിലുള്ള ഇൻകവുമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കിവിടെ ഇൻകം 10 lakh ആണ്, ലോസ് എന്താണ് 3 lakh ആണ്. അപ്പോൾ എൻ്റെ ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിൻ്റെ ലോസ് എനിക്ക് ജ്വല്ലറി ബിസിനസ്സിൻ്റെ പ്രോഫിറ്റുമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാലൻസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ എൻ്റെ ബാക്കി ഇൻകം ആയിട്ടുള്ള 7 lakh മാത്രം ഞാൻ എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഇൻകത്തുമ്പോൾ മാത്രം പ്രോഫിറ്റായ 10 lakh മാത്രം ടാക്സ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നിങ്ങളുടെ 10 lakh നിന്നും നിങ്ങൾ എന്ത് മൈനസ് ചെയ്യുക, നിങ്ങളുടെ ലോസ് മൈനസ് ചെയ്യുക. കാരണം ഇത് PGBP എന്നുള്ള ഹെഡിൻ്റെ ഇൻസൈഡിലെ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നുള്ള പ്രോഫിറ്റും ലോസുമാണ്. അപ്പോൾ ഒരു സോഴ്സിൽ നിന്നും ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതർ സോഴ്സിലെ ഇൻകവുമായിട്ട് പ്രോഫിറ്റുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. സെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഇതിനെ പറയുന്ന പേരാണ് സെറ്റ് ഓഫ് ലോസ്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഈ വർഷം എനിക്ക് എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ലോസ് സെറ്റ് ഓഫ് ചെയ്തു. ഞാൻ ലോസ് സെറ്റ് ഓഫ് ചെയ്തത് ഏത് ഇൻകവുമായിട്ടാണ്, എൻ്റെ അതേ ഹെഡിൻ്റെ ഉള്ളിലുള്ള ഇൻകവുമായിട്ടാണ്, PGBP എന്നുള്ള ഹെഡിൻ്റെ ഉള്ളിലുള്ള ഇൻകവുമായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ലോസ് സെറ്റ് ഓഫ് ചെയ്ത്. ഇങ്ങനെ ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്. ഒരു ഹെഡിൻ്റെ ഉള്ളിലുള്ള ഡിഫറൻറ്റ് സോഴ്സുകൾ തമ്മിലുള്ള ഇൻകവും ലോസും ഡിഫറൻറ്റ് സോഴ്സുമായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്. അപ്പോൾ ഞാനിവിടെ ചെയ്തത് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് ആണ്. നേരെ മറിച്ച് എനിക്കിവിടെ ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ വന്ന ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 13 ലക്ഷമാണ്. അപ്പോൾ 13 ലക്ഷമാണ് എൻ്റെ ലോസ് ഇവിടെ വന്നത്, 10 ലക്ഷം ഇവിടെ ഇൻകം ഉള്ളൂ. അപ്പോൾ ഞാൻ ലോസ് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ബാലൻസ് എത്ര ലോസ് ഉണ്ട്, 3 lakh ലോസ് ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് കഴിഞ്ഞതിന് ശേഷവും എനിക്ക് എന്തുണ്ട്, ഇവിടെ ലോസ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്, ഐ ആം ഹാവിങ് ഇൻട്രസ്റ്റ് ഇൻകം ഒരു 5 lakh. ഇൻട്രസ്റ്റ് ഉണ്ട് 5 lakh ഉണ്ടെങ്കിൽ ഈ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ IFOS ഹെഡിൽ വരുന്നൊരു ഇൻകമാണ്. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് PGBP ഹെഡിൻ്റെ ഉള്ളിൽ ലോസ് ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം ആ ലോസ് സെറ്റ് ഓഫ് ചെയ്തത്, ആ ലോസ് ഞാൻ ബാലൻസ് ചെയ്ത് ഒഴിവാക്കാൻ നോക്കിയത് അതേ PGBP ഹെഡിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു ഇൻകവുമായിട്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ ലോസ് ആദ്യമായിട്ട് ഞാൻ സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഏതുമായിട്ടാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ എൻ്റെ ലോസ് ആദ്യമായിട്ട് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ഏത് ഹെഡിൻ്റെ ഇൻസൈഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ലോസ് ഉണ്ടായത് ആ ഹെഡിൻ്റെ ഉള്ളിലെ ഇൻകവുമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ലോസിനെ സെറ്റ്
ഓഫ് ചെയ്യണം. അങ്ങനെ ലോസിനെ സെറ്റ് ഓഫ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്. സോഴ്സ് പറഞ്ഞാൽ ഹെഡിൻ്റെ ഉള്ളിലുള്ള സെറ്റ് ഓഫ്. ഇനി അങ്ങനെ സെറ്റ് ഓഫ് ചെയ്തിട്ടും ലോസ് റിമൈനിങ് ആണ്, ബാക്കിയാണ്. അങ്ങനെയാണെങ്കിൽ ലോസ് ബാക്കിയാണെങ്കിൽ ആ ലോസിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഹെഡുമായിട്ട് വേറെ ഹെഡുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ഓഫ് ചെയ്യണം. ഹെഡുകൾക്കിടയിൽ കടന്ന് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ഓഫ് ചെയ്യണം. അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ്. അപ്പോൾ ഹെഡിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ഓഫ് ചെയ്യുന്നതിന് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്, ഹെഡുകൾ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ്. അപ്പോൾ ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ 3 lakh ലോസ്, ഇവിടെ 5 lakh ഇൻകം. അപ്പോൾ 3 lakh നിന്ന് 5 lakh, 5 lakh നിന്ന് 3 lakh പോയി കഴിഞ്ഞാൽ ബാക്കി നമ്മളെ ഇൻകം എത്രയും, നമ്മുടെ ടാക്സിബിൾ ഇൻകം എത്ര ഉണ്ടാവുക, 2 lakh ആയിരിക്കും നമ്മൾ എന്തുണ്ടാവുക, ഗ്രോസ് ടോട്ടലിംഗ് ഉണ്ടാവുക. നമുക്കറിയാം ഗ്രോസ് ടോട്ടലിംഗും കാണാൻ നമ്മൾ 5 ഹെഡിന് ടോട്ടൽ കണ്ടിട്ട് നമ്മൾ ക്ലബിങ്ങും സെറ്റ് ഓഫും ക്യാരി ഫോർവേഡ് നമ്മൾ ചെയ്യണം. അപ്പോൾ ക്ലബിങ് നമ്മൾ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു, 5 ഹെഡ് നമ്മൾ എങ്ങനെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ആണ്. അപ്പോൾ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസുകൾ നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഏതുമായിട്ട്, ഇൻകവുമായിട്ട്. ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നതിന് ദർ ഈസ് ആൻ ഓർഡർ. ബാലൻസ് ചെയ്യുന്നതിന് ദർ ഈസ് ആൻ ഓർഡർ. എന്താണ് ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഏത് ഹെഡിൻ്റെ ഉള്ളിലാണോ ആ ലോസ് ഉണ്ടായത് ആ ഹെഡിൻ്റെ ഉള്ളിലുള്ള ഇൻകവുമായിട്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്. എന്നിട്ട് ലോസ് ബാക്കിയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മറ്റ് ഹെഡുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് ഓഫ് ചെയ്യണം. അങ്ങനെ നമ്മൾ സെറ്റ് ഓഫിന് പറയുന്ന പേരാണ് ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ്. ഫോർ എക്സാമ്പിൾ അപ്പോൾ ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് കഴിഞ്ഞപ്പോൾ നമ്മളെ ലോസ് എന്ത് ചെയ്തു, ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്, നമ്മുടെ ഇൻകം 2 lakh. ഈ ഇൻകത്തിന്മേൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ അതല്ല, എൻ്റെ അതർ സോഴ്സിൽ അതർ ഹെഡിൽ എൻ്റെ ഇൻകം എത്ര ഉള്ളൂ വെച്ചാൽ ഫോർ എക്സാമ്പിൾ 1 lakh ഉള്ളൂ. 1 lakh ഉള്ളെങ്കിൽ നമുക്കറിയാം നമുക്കിവിടെ ലോസ് 3 lakh ആണ്. ലോസ് ഉണ്ടായത് 13 ലക്ഷമാണ്. അതിൽ 10 ലക്ഷം നമ്മൾ ഹെഡിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. ശേഷം വീണ്ടും റിമൈനിങ് ആയിട്ടുള്ള ലോസ് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഇറ്റ് ഈസ് 3 lakh. ആ 3 lakh എനിക്കിനി ആകെ ഒരു ഇൻകത്തിലെ ഒരു ഹെഡിലെ ഇൻകം ഉള്ളൂ. ആ ഹെഡ് എന്ന് പറഞ്ഞാൽ IFOs ആണ്. ആ IFOസിൽ എനിക്ക് 1 lakh ഇൻകം ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ 1 lakhമായി സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻ്റെ 3 lakh ലോസിൽ നിന്ന് 1 lakh പ്രോഫിറ്റ് പോയി കഴിഞ്ഞാൽ ഇനിയും സെറ്റ് ഓഫ് ചെയ്യാൻ ബാക്കിയുള്ള ലോസ് ഹൗ മച്ച് റിമൈനിങ്, 2 lakh ഈസ് റിമൈനിങ്. ഈ ലോസിനെ നമ്മൾ എന്താ ചെയ്യുക കഴിഞ്ഞാൽ വേറെ ഇൻകം എനിക്കില്ല ഈ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏതാണ് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇത് ഇയർ 1 ആണെങ്കിൽ ഞാൻ ഈ ലോസിനെ ഞാൻ എന്ത് ചെയ്യും, ഇയർ 2 ഞാൻ എന്ത് ചെയ്യും, കൊണ്ടുപോകും. അങ്ങനെ ഇയർ 2 നമ്മൾ കൊണ്ടുപോകുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, ക്യാരി ഫോർവേഡ്. അപ്പോൾ ഇയർ 2 പിന്നീട് നമുക്ക് ഇപ്പോൾ ഇത് ഏത് ലോസാണ് ആക്ച്വലി, ഇത് എവിടെ നിന്നുണ്ടായ ലോസാണ്, PGBP ഉണ്ടായ ലോസാണ് അല്ലേ, ഇത് PGBP ലോസ് അല്ലേ. അപ്പോൾ ഈ PGBP ലോസ് നമ്മൾ ഇയർ 2 കൊണ്ടുപോയിട്ട് ഇയർ 2 നമുക്ക് PGBP ഇൻകം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ PGBP നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ വർഷം നമ്മൾ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ലോസ് അടുത്ത വർഷത്തേക്ക് സെറ്റ് ഓഫ് ചെയ്യണ കൊണ്ടുപോകണതിനെ പറയുന്ന പേരാണ് എന്ത്, ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് സെറ്റ് ഓഫ് നമ്മൾ പഠിച്ചു. സെറ്റ് ഓഫ് ചെയ്യുന്നതിൻ്റെ 3 ഓർഡർ നമ്മൾ പഠിച്ചു. ഒന്നാമതായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ഹെഡിൻ്റെ ഉള്ളിലാണോ ലോസ് ഉണ്ടായത് അതേ ഹെഡുമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ഓഫ് ചെയ്യണം. ആ സെറ്റ് ഓഫിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്. അതിനുശേഷം നമ്മൾ പറഞ്ഞാണ് സോഴ്സ് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയും ലോസ് ഇനിയും പെൻഡിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റ് സോഴ്സുമായിട്ട് എന്ത് ചെയ്യണം, സെറ്റ് ഓഫ് ചെയ്യണം. അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുന്ന പറയുന്ന പേരാണ് എന്ത്, ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ്. ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് കഴിഞ്ഞിട്ടും ലോസ് റിമൈനിങ് ആണെങ്കിൽ ആ ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ചെയ്യണം. ഏത് വർഷത്തോട്ട്, അടുത്ത വർഷങ്ങളിലോട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ കുറച്ച് റൂൾസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ റൂൾസും കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി എവിടെ പഠിക്കുന്നത്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വൺസ് യു ലേൺ ദിസ് യു ക്യാൻ സോൾവ് ഓൾ ദ പ്രോബ്ലംസ്. ഇതൊരു പ്രോബ്ലം ഓറിയൻറ്റഡ് ചാപ്റ്ററാണ്, അല്ലാതെ നമ്മുടെ ക്ലബിംഗ് ഒക്കെ പോലെ വലിയൊരു തിയറി ഓറിയൻറ്റഡ് അല്ല, പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. പക്ഷേ പ്രോബ്ലം ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ റൂൾസ്. അപ്പോൾ നിങ്ങൾ ഈ ഓർഡർ പഠിക്കുക, ഈ ഓർഡറുമായി ബന്ധപ്പെട്ട് കുറച്ച് റൂൾസ് ഉണ്ട്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ റൂൾസും പഠിക്കുക. ആ റൂൾസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ദെൻ ദിസ് ചാപ്റ്റർ ഈസ് ഇൻ യുവർ പോക്കറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് പോക്കറ്റാക്കി വെക്കാം. അപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോസുകൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റുമായിട്ട് ബാലൻസ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സെറ്റ് ഓഫ് ലോസ്. അപ്പോൾ സെറ്റ് ഓഫ് ലോസ് ചെയ്യുന്നതിന് 3 ഓർഡർ ഉണ്ട്. ഏതൊക്കെയാണ് ഓർഡർ, ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്, അതുപോലെ തന്നെ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ ഉള്ളിലാണോ ഹെഡുകൾ തമ്മിലാണോ, ഹെഡിൻ്റെ ഉള്ളിൽ. ഏത് സെറ്റ് ഓഫാണ് ആദ്യം നടക്കേണ്ടത്, ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്, നടക്കേണ്ടത്. സെക്കൻഡായിട്ട് നമ്മൾ ചെയ്യുക ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഹെഡുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ഓഫ് ചെയ്യുക. സെറ്റ് ഓഫ് ചെയ്തിട്ടും വല്ല ലോസും ബാലൻസിങ് അല്ലെങ്കിൽ ബാലൻസ് പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ചെയ്യണം. എങ്ങോട്ടാണ് ക്യാരി ഫോർവേഡ് ചെയ്യുക, നെക്സ്റ്റ് ഇയേഴ്സിനോട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അടുത്ത ഇയറിൽ അത് ബ്രോഡ്ഫോർഡ്, ഈ വർഷം നമ്മൾ കയറ്റി വെച്ചത് അടുത്ത വർഷം നമ്മൾ ഇറക്കും അവിടെ, എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ചെയ്യും. ഈ സെറ്റ് ഓഫ് ചെയ്യാൻ വീണ്ടും പറ്റിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനെ എത്ര വർഷം ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ലതിനൊക്കെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു നട്ട്ഷൽ ഐഡിയ. അപ്പോൾ ഇനി നമ്മൾ ഓരോ ടൈപ്പ് സെറ്റ് ഓഫ് ചെയ്യുമ്പോഴും ഓരോ റൂൾസും റെഗുലേഷൻസും ഉണ്ട്. ആ റൂൾസും റെഗുലേഷൻസും നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കാൻ പോവാണ്. അത് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാക്ടിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോതയിലോട്ട് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്. ഇവിടെ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു
സെയിം സോഴ്സ് എന്നില്ല, സെയിം ഹെഡിൻ്റെ ഉള്ളിലുള്ള സെറ്റ് ഓഫ് ആണ് എന്ത് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്. ഇപ്പോൾ എനിക്ക് 2 പ്രോപ്പർട്ടി ഉണ്ട്, ഒരു പ്രോപ്പർട്ടിക്ക് ലോസും ഒരു പ്രോപ്പർട്ടിക്ക് ഗെയിനും. അപ്പോൾ ഞാനത് തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടിയിൽ നിന്ന് ഉണ്ടാവുന്ന ലോസ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റൽ അല്ല, റെൻ്റൽ ഇൻകം, ഹൗസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ റെൻ്റൽ ഇൻകവുമായി ബന്ധപ്പെട്ട ലോസും പ്രോഫിറ്റുമാണ്. അപ്പോൾ അത് ഏത് ഹെഡിനുള്ളിൽ വരുന്ന സെറ്റ് ഓഫ് ആണ്? PGBP അല്ല, നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഹെഡിനുള്ളിൽ വരുന്ന സെറ്റ് ഓഫ് ആണ്. അപ്പോൾ ആ സെറ്റ് ഓഫ് എന്തിന് എക്സാമ്പിളാണ്? ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് ആണ്. അപ്പോൾ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രോഹിബിഷൻസ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് നമ്മൾ ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് റൂൾ, ദാറ്റ് ഈസ് പ്രോഹിബിറ്റഡ്. അപ്പോൾ ആ സെറ്റ് ഓഫ് ഏതൊക്കെയെന്നില്ല നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. സ്പെക്കുലേറ്റീവ് ബിസിനസ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ മീനിങ് PGBPയിൽ ഐ ഹാവ് എക്സ്പ്ലെയിൻഡ്. അപ്പോൾ PGBPയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിന് ക്യാരി ഫോർവേഡും സെറ്റ് ഓഫ് പറയുമ്പോൾ സ്പെഷ്യൽ നമ്മൾ പ്രിവിലേജ് ഉണ്ട് എന്നൊക്കെ അന്ന് പറഞ്ഞായിരുന്നു. ആ പ്രിവിലേജ് ഇതാ ഇവിടെയാണ് വന്നിറങ്ങിയിരിക്കുന്നത്. സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ ലോസ് നമ്മൾ സ്പെക്കുലേറ്റീവ് അല്ലാത്ത ബിസിനസ്സിൻ്റെ പ്രോഫിറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് സെക്ഷൻ 35AD ബിസിനസ്. PGBPയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. സെക്ഷൻ 35AD ഇല്ലാത്തവർ പോയി നോക്കുക, ഡോണ്ട് വറി. 35AD സ്പെസിഫൈഡ് ബിസിനസ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 14ഓളം ബിസിനസ് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ആ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഡിറക്ഷൻ കിട്ടും. എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കുറച്ച് ഗുഡ് വില്ല്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ലാൻഡ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, അതേപോലെ അപ്പോൾ സെക്ഷൻ 35AD പ്രകാരം നമുക്ക് എന്തുണ്ടായി? ലോസ് ഉണ്ടായി. സെക്ഷൻ 35AD ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ലോസ് നമുക്ക് സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ 35AD ബിസിനസ്സിൻ്റെ ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതർ ഇൻകവുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നതിന് ദർ ഈസ് ആൻ ഓർഡർ. എന്താണ് ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഏത് ഹെഡിൻ്റെ ഉള്ളിലാണോ ആ ലോസ് ഉണ്ടായത് ആ ഹെഡിൻ്റെ ഉള്ളിലുള്ള ഇൻകവുമായിട്ട് തന്നെ സെറ്റ് ഓഫ് ചെയ്യണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്. എന്നിട്ട് ലോസ് ബാക്കിയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മറ്റ് ഹെഡുമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സെറ്റ് ഓഫ് ചെയ്യണം. അങ്ങനെ നമ്മൾ സെറ്റ് ഓഫിന് എന്ന് പറയുന്ന പേരാണ് ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ്. ഫോർ എക്സാമ്പിൾ അപ്പോൾ ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലോസ് എന്ത് ചെയ്തു? ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇനി എത്ര ഉണ്ട്? നമ്മുടെ ഇൻകം 2 lakh. ഈ ഇൻകത്തിന്മേൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ അതല്ല, എൻ്റെ അതർ സോഴ്സിൽ അതർ ഹെഡിൽ എൻ്റെ ഇൻകം എത്ര ഉള്ളൂ വെച്ചാൽ ഫോർ എക്സാമ്പിൾ 1 lakh ഉള്ളൂ. 1 lakh ഉള്ളെങ്കിൽ നമുക്കറിയാം നമുക്കിവിടെ ലോസ് 3 lakh ആണ്. ലോസ് ഉണ്ടായത് 13 ലക്ഷമാണ്. അതിൽ 10 ലക്ഷം നമ്മൾ ഹെഡിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. ശേഷം വീണ്ടും റിമൈനിങ് ആയിട്ടുള്ള ലോസ് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ഇറ്റ് ഈസ് 3 lakh. ആ 3 lakh എനിക്കിനി ആകെ ഒരു ഇൻകത്തിലെ ഒരു ഹെഡിലെ ഇൻകം ഉള്ളൂ. ആ ഹെഡ് എന്ന് പറഞ്ഞാൽ IFOs ആണ്. ആ IFOസിൽ എനിക്ക് 1 lakh ഇൻകം ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ 1 lakhമായി സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ എൻ്റെ 3 lakh ലോസിൽ നിന്ന് 1 lakh പ്രോഫിറ്റ് പോയി കഴിഞ്ഞാൽ ഇനിയും സെറ്റ് ഓഫ് ചെയ്യാൻ ബാക്കിയുള്ള ലോസ് ഹൗ മച്ച് റിമൈനിങ്? 2 lakh ഈസ് റിമൈനിങ്. ഈ ലോസിനെ നമ്മൾ എന്താ ചെയ്യുക കഴിഞ്ഞാൽ വേറെ ഇൻകം എനിക്കില്ല ഈ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏതാണ് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇത് ഇയർ 1 ആണെങ്കിൽ ഞാൻ ഈ ലോസിനെ ഞാൻ എന്ത് ചെയ്യും? ഇയർ 2 ഞാൻ എന്ത് ചെയ്യും? കൊണ്ടുപോകും. അങ്ങനെ ഇയർ 2 നമ്മൾ കൊണ്ടുപോകുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ക്യാരി ഫോർവേഡ്. അപ്പോൾ ഇയർ 2 പിന്നീട് നമുക്ക് ഇപ്പോൾ ഇത് ഏത് ലോസാണ്? ആക്ച്വലി ഇത് എവിടെ നിന്നുണ്ടായ ലോസാണ്? PGBPയിൽ നിന്നുണ്ടായ ലോസാണ് അല്ലേ? ഇത് PGBP ലോസ് അല്ലേ? അപ്പോൾ ഈ PGBP ലോസ് നമ്മൾ ഇയർ 2 കൊണ്ടുപോയിട്ട് ഇയർ 2 നമുക്ക് PGBPയിൽ ഇൻകം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ PGBP നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ വർഷം നമ്മൾ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ലോസ് അടുത്ത വർഷത്തേക്ക് സെറ്റ് ഓഫ് ചെയ്യണ കൊണ്ടുപോകണതിനെ പറയുന്ന പേരാണ് എന്ത്? ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് സെറ്റ് ഓഫ് നമ്മൾ പഠിച്ചു. സെറ്റ് ഓഫ് ചെയ്യുന്നതിൻ്റെ 3 ഓർഡർ നമ്മൾ പഠിച്ചു. ഒന്നാമതായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ഹെഡിൻ്റെ ഉള്ളിലാണോ ലോസ് ഉണ്ടായത് അതേ ഹെഡുമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് ചെയ്യണം. ആ സെറ്റ് ഓഫിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്. അതിനുശേഷം നമ്മൾ പറഞ്ഞാണ് സോഴ്സ് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയും ലോസ് ഇനിയും പെൻഡിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റ് സോഴ്സുമായിട്ട് എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് ചെയ്യണം. അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുന്ന പറഞ്ഞ പേരാണ് എന്ത്? ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ്. ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് കഴിഞ്ഞിട്ടും ലോസ് റിമൈനിങ് ആണെങ്കിൽ ആ ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാരി ഫോർവേഡ് ചെയ്യണം. ഏത് വർഷത്തോട്ട്? അടുത്ത വർഷങ്ങളിലോട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ കുറച്ച് റൂൾസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ റൂൾസും കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി എവിടെ പഠിക്കുന്നത്? ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വൺസ് യു ലേൺ ദിസ് യു ക്യാൻ സോൾവ് ഓൾ ദ പ്രോബ്ലംസ്. ഇതൊരു പ്രോബ്ലം ഓറിയൻറ്റഡ് ചാപ്റ്ററാണ്, അല്ലാതെ നമ്മുടെ ക്ലബിംഗ് ഒക്കെ പോലെ വലിയൊരു തിയറി ഓറിയൻറ്റഡ് അല്ല, പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. പക്ഷേ പ്രോബ്ലം ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ റൂൾസ്. അപ്പോൾ നിങ്ങൾ ഈ ഓർഡർ പഠിക്കുക. ഈ ഓർഡറുമായി ബന്ധപ്പെട്ട് കുറച്ച് റൂൾസ് ഉണ്ട്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ റൂൾസും പഠിക്കുക. ആ റൂൾസും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ദെൻ ദിസ് ചാപ്റ്റർ ഈസ് ഇൻ യുവർ പോക്കറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് പോക്കറ്റ് ആക്കിയേക്കാം. അപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോസുകൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റുമായിട്ട് ബാലൻസ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? സെറ്റ് ഓഫ് ലോസ്. അപ്പോൾ സെറ്റ് ഓഫ് ലോസ് ചെയ്യുന്നതിന് 3 ഓർഡർ ഉണ്ട്. ഏതൊക്കെയാണ് ഓർഡർ? ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്, അതുപോലെ തന്നെ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ ഉള്ളിലാണോ ഹെഡുകൾ തമ്മിലാണോ? ഹെഡിൻ്റെ ഉള്ളിൽ. ഏത് സെറ്റ് ഓഫാണ് ആദ്യം നടക്കേണ്ടത്? ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫാണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്? നടക്കേണ്ടത്. സെക്കൻഡായിട്ട് നമ്മൾ ചെയ്യുക ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഹെഡുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? സെറ്റ് ഓഫ് ചെയ്യുക. സെറ്റ് ഓഫ് ചെയ്തിട്ടും വല്ല ലോസും ബാലൻസിങ് അല്ലെങ്കിൽ ബാലൻസ് പെൻഡിങ്
പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ചെയ്യണം. എങ്ങോട്ടാണ് ക്യാരി ഫോർവേഡ് ചെയ്യുക? നെക്സ്റ്റ് ഇയേഴ്സിനോട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അടുത്ത ഇയറിൽ അത് ബ്രോഡ് ഫോർഡ്, ഈ വർഷം നമ്മൾ കയറ്റി വെച്ചത് അടുത്ത വർഷം നമ്മൾ ഇറക്കും അവിടെ, എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് ഓഫ് ചെയ്യും. ഈ സെറ്റ് ഓഫ് ചെയ്യാൻ വീണ്ടും പറ്റിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനെ എത്ര വർഷം ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ലതിനൊക്കെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു നട്ഷൽ ഐഡിയ. അപ്പോൾ ഇനി നമ്മൾ ഓരോ ടൈപ്പ് സെറ്റ് ഓഫ് ചെയ്യുമ്പോഴും ഓരോ റൂൾസും റെഗുലേഷൻസും ഉണ്ട്. ആ റൂൾസും റെഗുലേഷൻസും നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കാൻ പോവാണ്. അത് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രാക്ടിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോതയിലോട്ട് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്. ഇവിടെ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സെയിം സോഴ്സ് എന്നില്ല, സെയിം ഹെഡിൻ്റെ ഉള്ളിലുള്ള സെറ്റ് ഓഫ് ആണ് എന്ത്, ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്. ഇപ്പോൾ എനിക്ക് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്, ഒരു പ്രോപ്പർട്ടിക്ക് ലോസും ഒരു പ്രോപ്പർട്ടിക്ക് ഗെയിനും. അപ്പോൾ ഞാനത് തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടിയിൽ നിന്ന് ഉണ്ടാവുന്ന ലോസ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റൽ അല്ല, റെൻ്റൽ ഇൻകം, ഹൗസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ റെൻ്റൽ ഇൻകവുമായി ബന്ധപ്പെട്ട ലോസും പ്രോഫിറ്റുമാണ്. അപ്പോൾ അത് ഏത് ഹെഡിനുള്ളിൽ വരുന്ന സെറ്റ് ഓഫ് ആണ്, PGBP അല്ല, നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഹെഡിനുള്ളിൽ വരുന്ന സെറ്റ് ഓഫ് ആണ്. അപ്പോൾ ആ സെറ്റ് ഓഫ് എന്തിന് എക്സാമ്പിളാണ്, ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് ആണ്. അപ്പോൾ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രോഹിബിഷൻസ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് നമ്മൾ ചെയ്യാൻ പാടില്ല, ദാറ്റ് ഈസ് റൂൾ, ദാറ്റ് ഈസ് പ്രോഹിബിറ്റഡ്. അപ്പോൾ ആ സെറ്റ് ഓഫ് ഏതൊക്കെയെന്നില്ല നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. സ്പെക്കുലേറ്റീവ് ബിസിനസ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ മീനിങ് PGBP ഐ ഹാവ് എക്സ്പ്ലെയിൻഡ്. അപ്പോൾ PGBP നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിന് ക്യാരി ഫോർവേഡും സെറ്റ് ഓഫ് പറയുമ്പോൾ സ്പെഷ്യൽ നമ്മൾ പ്രിവിലേജ് ഉണ്ട് എന്നൊക്കെ അന്ന് പറഞ്ഞായിരുന്നു. ആ പ്രിവിലേജ് ഇതാ ഇവിടെയാണ് വന്നിറങ്ങിയിരിക്കുന്നത്. സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ്, സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ ലോസ് നമ്മൾ സ്പെക്കുലേറ്റീവ് അല്ലാത്ത ബിസിനസ്സിൻ്റെ പ്രോഫിറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് സെക്ഷൻ 35AD ബിസിനസ്. PGBP നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. സെക്ഷൻ 35AD ഇല്ലാത്തവർ പോയി നോക്കുക, ഡോണ്ട് വറി. 35AD സ്പെസിഫൈഡ് ബിസിനസ് ആണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 14ഓളം ബിസിനസ് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ആ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഡിറക്ഷൻ കിട്ടും. എക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കുറച്ച് ഗുഡ് വില്ല്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ലാൻഡ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, അതേപോലെ അപ്പോൾ സെക്ഷൻ 35AD പ്രകാരം നമുക്ക് എന്തുണ്ടായി, ലോസ് ഉണ്ടായി. സെക്ഷൻ 35AD ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ലോസ് നമുക്ക് സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ 35AD ബിസിനസ്സിൻ്റെ ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതർ ഇൻകവുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റൂൾസൊക്കെ ഏത് റൂൾസാണ്, ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫിൻ്റെ റൂൾസാണ്. എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ ഉള്ളിലുള്ള സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ അല്ല ഫോളോ ചെയ്യേണ്ട റൂൾസാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ റൂള് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ ലോസ് ഏതൊരു ബിസിനസ്സിൻ്റെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ ലോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ലോസ് സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് തേർഡ് വൺ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഇല്ലേ, നമുക്കറിയാം നമുക്ക് ക്യാപിറ്റൽ ഗെയിനും ക്യാപിറ്റൽ ലോസും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, ലോങ് ടേമും ഷോർട്ട് ടേമും. നമ്മൾ ക്ലിയർ ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അതിലുണ്ടാവുന്ന ലോങ് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ടേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസിനെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ടും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ലോസ് ഫ്രം ദ ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റൈസ് ഹോഴ്സ്. ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റൈസ് ഹോഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റൈസ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ IFOഴ്സിൽ വരുന്ന ഇൻകാണ്. ആ ഇൻകം നമുക്ക് ആ ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റൈസ് ഹോഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് വല്ല ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റൈസ് ഹോഴ്സ് എന്ന ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് എന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫ്രണ്ട്സ്, വി ആർ നൗ ഡിസ്കസിങ് ദ റൂൾസ് ഫോർ സെറ്റ് ഓഫ്. അതിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് ആണ്. ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് നമ്മൾ ചെയ്യുമ്പോൾ ദർ ആർ സം പ്രോഹിബിറ്റഡ് സെറ്റ് ഓഫ്, അല്ലെങ്കിൽ ദർ ആർ സം റെസ്ട്രിക്ഷൻസ്. ആ റെസ്ട്രിക്ഷൻസ് 4 റെസ്ട്രിക്ഷൻസ് അല്ലേ. അതിലൊന്നാമത്തെ റെസ്ട്രിക്ഷൻ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ ലോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ലോസ് സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റൈസ് ഹോഴ്സ് പ്രോഫിറ്റ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റൈസ് ഹോഴ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫിൻ്റെ റൂള്. അപ്പോൾ ഇത്ര മാത്രം. അപ്പോൾ നമുക്ക് ഈ റൂള് മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് യു ഹാവ് ദ ഫുൾ ഫ്രീഡം. ഫോർ എക്സാമ്പിൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നോൺ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ ലോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സുമായിട്ട് പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. പക്ഷേ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ ലോസ് നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മുടെ സെറ്റ് ഓഫ് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫിൻ്റെ റൂൾ. ഇനി അതേപോലെ നമുക്ക് ബാക്കി ക്യാരി ഫോർവേഡിൻ്റെ റൂളും പഠിക്കാണ്ട് ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫിൻ്റെ റൂൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് നമ്മൾ അപ്ലൈ ചെയ്യുക ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫിന് ശേഷമാണ് നമ്മൾ ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഹെഡിൻ്റെ ലോസ് മറ്റൊരു ഹെഡിൻ്റെ ഇൻകവുമായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾ ഇവിടെയും നമ്മളെ പഴയ റൂളുകളൊക്കെ കോമൺ ആണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസും ലോസ് ഫ്രം ദ ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് മെയിൻറ്റെയിൻ റിസോഴ്സും 35 AD ബിസിനസ് ലോസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ആ ലോസുകളൊന്നും വേറെ ഏത് ഹെഡുമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ, സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിൻ റിസോഴ്സ്, സ്പെസിഫൈഡ് ബിസിനസ് ലോസ് 35 AD പ്രകാരമുള്ളത്. ഈ ലോസുകളൊന്നും നമുക്ക് വേറെ ഏത് ഹെഡിലെ ഇൻകവുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ലോസ് ഫ്രം ബിസിനസ് ലോസ് നമുക്ക് ഒരിക്കലും, അത് സ്പെക്കുലേറ്റീവ് ആയിട്ട് നോൺ സ്പെക്കുലേറ്റീവ് ഏതോ ആയിക്കോട്ടെ, ബിസിനസ് ലോസ് നമുക്ക് ഒരിക്കലും സാലറിയുമായി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സാലറി എന്നുള്ള ഹെഡിൽ ഒരിക്കലും ലോസ് വരില്ല കേട്ടോ. ബാക്കിയുള്ള 4 ഹെഡിൽ നമുക്ക് ലോസ് വരും. പക്ഷേ സാലറി എന്നുള്ള ഹെഡിൽ ഉറപ്പായിട്ടും ഗെയിനേ വരുള്ളൂ കേട്ടോ. സാലറിയിൽ എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ, അല്ലാതെ നമുക്ക് ലോസ് ഉണ്ടാവില്ല. അപ്പോൾ ബിസിനസ് ലോസ് നമുക്ക് സാലറി ഹെഡിലോട്ട് തൊടിയിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് സെക്കൻഡ് റൂള്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റിയ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ അതൊരിക്കലും അന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലെ ലോസ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ ഉണ്ടാവുന്ന ലോസ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഹെഡിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ റൂൾസ് വൺസ് അഗൈൻ റിപ്പീറ്റ്. നമ്മൾ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫിന് ശേഷം ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട റൂൾസ് സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസും ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിംഗ് ആൻഡ് മെയിൻറ്റെയിൻ റിസോഴ്സും 35 AD ബിസിനസ് ലോസും നമുക്ക് വേറെ ഏതൊരു ഹെഡ് ഓഫ് ഇൻകവുമായിട്ടും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് ഓണമില്ല പെരുന്നാളില്ല നമുക്കത് പറയില്ല നമ്മൾ. അതേപോലെ ഇവർക്ക് ടു ബി ഫ്രാങ്ക് ഇവർക്ക് എന്തില്ല, നമ്മുടെ വടവീസ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് ഇല്ല എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പറയാം. നെക്സ്റ്റ് നമ്മൾ ബിസിനസ് ലോസ് നമുക്ക് സാലറി ലോസുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ബിസിനസ് ലോസ് സാലറിയിലെ ഗെയിനുമായിട്ട്, ബിസിനസ് ലോസ് സാലറിയിലെ ഗെയിൻ, സാലറിയിൽ ഒരിക്കലും ലോസ് വരില്ല. ബിസിനസ് ലോസ് സാലറിയിലെ ഗെയിനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ ഗെയിനിലെ ഹെഡിലെ ലോസ് നമുക്ക് ഏത് ലോസുമായിട്ട് മാത്രമേ ഏത് ഗെയിനുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റൽ ഗെയിനിലെ ഹെഡിലെ ഗെയിനുമായിട്ട് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഹെഡിലെ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫും ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടതാണ്, ലോസ് വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വർഷത്തേട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ ക്യാരി ഫോർവേഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാരി ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ലോസും എത്ര വർഷം വരെ നമുക്ക് പിന്നീട് അങ്ങനെ കൊണ്ടുപോകും, അത് ആജീവനാന്തം കൊണ്ടുപോകാൻ പറ്റുന്ന ലോസുകളൊക്കെ വളരെ കുറവാണ്. ഓരോ വർഷവും എത്ര വർഷം നമുക്ക് ഓരോ ലോസും കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ദ ലിമിറ്റ് ഫോർ ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്. എത്ര വർഷം ഓരോ ലോസും നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻ, ലുക്ക് അറ്റ് ദ ടേബിൾ. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് 8 years വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബ്രോഡ് ഫോർവേഡ് ലോസസ് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് നമുക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷങ്ങളിൽ അത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകവുമായിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചില ലോസുകൾ നമ്മൾ സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് നമുക്ക് ഇൻകവുമായി സെറ്റ് ഓഫ് ചെയ്യാൻ അലോ ചെയ്യണമെങ്കിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് റിട്ടേൺ ഓഫ് ഇൻകം ഫയൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ മാൻഡേറ്ററി ഫയലിംഗ് ഓഫ് റിട്ടേണിൻ്റെ ആവശ്യമില്ല. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ലോസ് 8 വർഷം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇൻകവുമായിട്ടാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക, ഹൗസ് പ്രോപ്പർട്ടി ഇൻകവുമായിട്ടേ സെറ്റ് ഓഫ് ചെയ്യുള്ളൂ. അപ്പോൾ അത് പറഞ്ഞാൽ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ വർഷം ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഉണ്ടായി, അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല, ഇൻ്റർ സോഴ്സും ഇൻ്റർ ഹെഡൊന്നും പറ്റിയില്ല, നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തു. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടായാൽ മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഹെഡുമായിട്ട് നമുക്ക് അടുത്ത വർഷം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഈ വർഷം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് ഏതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, പക്ഷേ അടുത്ത വർഷത്തേക്ക് എത്തുമ്പോഴേക്കും ആ ലോസ് ബ്രോഡ് ഫോർവേഡ് ലോസാണ്. ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്ത ലോസാണ്. അപ്പോൾ ബ്രോഡ് ഫോർവേഡ് ചെയ്ത ഹൗസ് പ്രോപ്പർട്ടി ഇൻകവുമായിട്ടേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നോർമൽ ബിസിനസ് ലോസ് ബിസിനസ് ഇൻകവുമായിട്ട് മാത്രമേ ക്യാരി ഫോർവേഡ് ചെയ്താൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ടൈം ലിമിറ്റ് 8 വർഷം വരെ, മാൻഡേറ്ററി ഫയലിംഗ് റിട്ടേൺ ആവശ്യമാണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകവുമായിട്ട് മാത്രമേ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോഴും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. 4 വർഷം വരെ മാത്രമേ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലുക്ക് അറ്റ് ദ ഇയേഴ്സ് കേട്ടോ.
അതുപോലെ തന്നെ സ്പെസിഫൈഡ് ബിസിനസ് ലോസ്, ഇങ്ങനെ ബാക്കി ലോസുകളൊക്കെ ഉണ്ട്. ഞാൻ ആ ലോസ് 1 by 1 ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ, ലോങ് ടൈം ക്യാപിറ്റൽ, ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിസോഴ്സ് ഫോർ, അപ്പോൾ ഇവിടെ 4 yearsൽ ഒന്ന് ശ്രദ്ധിക്കുക. 4 yearsൽ ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിസോഴ്സും അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസുമാണ്. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ലോസാണ് സ്പെസിഫൈഡ് ബിസിനസ് ലോസും അതുപോലെ തന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനും. ഈ ലോസുകൾ നമുക്ക് വിത്തൗട്ട് ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏത് ഇൻകവുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ഒരു ലോസാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ നമുക്ക് ഓരോ ലോസുകളും ഇതിനെ പറഞ്ഞാൽ നമ്മൾ ഓരോ ലോസുകളും ബ്രോഡ്ഫോർഡ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഇൻകവുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഏത് ഇൻകവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിൻ്റെ ലിമിറ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ അതത് വർഷങ്ങളിൽ നമുക്ക് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫിൻ്റെയും ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫിൻ്റെയും റൂൾ വെച്ച് നമുക്ക് ആ വർഷം നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് പിന്നീട് ബ്രോഡ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ലോസുകളും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻകത്തിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിൽ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ്, സെക്കൻഡ് വൺ ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ്, തേർഡ് വൺ ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്. അപ്പോൾ ഇതിന് ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റൂൾസും കാര്യങ്ങളൊക്കെ അറിയണം. ആ റൂൾസും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ദെൻ നത്തിങ് ടു ഡു വിത്ത് ദിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് സമ്മറായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ ഹെഡിലെ ലോസുകളും അതിൻ്റെ ക്യാരി ഫോർവേഡും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇൻകം ഫ്രം സാലറിയിൽ ലോസ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് എന്തല്ല സാധ്യമല്ല. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് എന്തുണ്ടാവും, ലോസ് ഉണ്ടാവാം. ആ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻ്റർ ഹെഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇൻ്റർ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് കേട്ടോ. ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് ചെയ്യണം. പിന്നെ നമ്മൾ ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് ചെയ്യണം. ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൗസ് പ്രോപ്പർട്ടിയിൽ മാക്സിമം ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയത് 2 lakh ആണ്. 2 lakhൽ കൂടുതൽ ഹൗസ് പ്രോപ്പർട്ടി ലോസ് വന്നാൽ അത് അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ചെയ്യണം. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് ചെയ്യണതിന് പ്രത്യേകിച്ച് റൂളും ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് നമ്മൾ ചെയ്യണതിന് പ്രത്യേകിച്ച് റൂളും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. PGBPയിൽ നമ്മൾ ലോസുകളൊക്കെ നമ്മൾ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് ലോസ് ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ്. ലോസ് ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ് നമ്മൾ ഏതുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ഗെയിൻ ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ്സുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടും ബാലൻസ് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇനി ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് ഏതാ, സെക്ഷൻ 35AD നമുക്ക് ഓർമ്മല്ലേ. ഓക്കെ, സെക്ഷൻ 35ADൻ്റെ ലോസും നമുക്ക് ഏതുമായിട്ടേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ഇൻകവുമായിട്ടേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ബാലൻസ് വല്ലതും ഉണ്ടെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇനി വേറെ ഏത് ബിസിനസ്സിൻ്റെയും ലോസ് നമ്മൾ ആദ്യം നമുക്ക് വേറെ ഏത് ഇൻ്റർ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രാ ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് നമ്മൾ ചെയ്യുക. പിന്നെ ഇൻ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ക്യാരി ഫോർവേഡ് ചെയ്യുക. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് ആരുമായിട്ടൊക്കെ സെറ്റ് ഓഫ് ചെയ്യുക, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യുക. പക്ഷേ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ IFOs ഇമ്പോർട്ടൻറ്റ്. IFOസിൽ നമുക്ക് ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിസോഴ്സ് നമുക്ക് ആരുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുക, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത് ആ കറസ്പോണ്ടിങ് ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അതർ സെറ്റ് ഓഫുകൾ നമുക്ക് എന്ത് ചെയ്യുക, ഇൻട്രാ ഹെഡും ഇൻ്റർ ഹെഡും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ഹൗസ് പ്രോപ്പർട്ടിയിലെ അതർ ലോസുകൾ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുകയില്ല. പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ്, ഹൗസ് പ്രോപ്പർട്ടിയിലെ അതർ ഹെഡുകൾ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് ഫ്രം ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിസോഴ്സ് മാത്രമല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇത്ര വർഷം പറ്റുന്നില്ലത്. അല്ലാതെ അതർ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് അതേഴ്സ് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ഇൻകം ഫ്രം അതർ സോഴ്സ് അതർ കാറ്റഗറി അതർ ദാൻ ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റിസോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല. So that's all about an overall understanding regarding set off and carry forward of losses. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് we can discuss some examples from the study material. Illustration 1. നമ്മളൊരു സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡിൻ്റെ ലോസിനെ ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെ ഹെഡിൽ ലോസ് ഉണ്ട്, ഏതൊക്കെ ഹെഡിൽ ഗെയിൻ ഉണ്ട് എന്നാണ്. സാലറി എന്നുള്ള ഹെഡിൽ നമുക്ക് ഗെയിനാണ്. ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ നമുക്ക് 70, 150 ടോട്ടൽ 220 നമുക്ക് ലോസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൽ നമുക്ക് മാക്സിമം 2 lakh നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യണം. ബിസിനസ്സിലും ലോസാണ്, PGBPയിലും ലോസ് ഉണ്ട്, അതുപോലെ തന്നെ IFOസിലും നമുക്ക് എന്തുണ്ട്, ലോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലോസ് അല്ല ഗെയിൻ, സോറി. അപ്പോൾ നമ്മളിവിടെ റൂൾസ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ഇവിടെ ഒന്നാമത്തെ റൂള് നമ്മൾ ആദ്യം ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചേ ഹൗസ് പ്രോപ്പർട്ടിൻ്റെ ലോസ് മാക്സിമം 2 lakh നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂള് ബിസിനസ് ലോസ് നമുക്ക് സാലറിയുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റൂൾ നമുക്കറിയാം. ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫിൻ്റെ റൂൾസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാലറി ഹെഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ബിസിനസ് ലോസ് നമുക്ക് സാലറി ഹെഡുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അത്രേ ഉള്ളൂ റൂൾസ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻകം ഫ്രം സാലറിയിൽ നിന്ന് 4 ലാഖിന് നമുക്ക് എന്ത് ചെയ്യാം, ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്ക് ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫ് ചെയ്യാൻ അവിടെ ഒന്നുമില്ല, കാരണം രണ്ടും ലോസാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ലോസ് 2,20,000 ആണ്. ആ 2,20,000 നമുക്ക് 2 ലാഖ് വരെ സെറ്റ് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സാലറിയും സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ സാലറിയിൽ നിന്ന് 4 ലാഖിന് 2 ലാഖ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്, സാലറി 2 ലാഖ് ഉണ്ട്. പിന്നെ ബിസിനസ് ലോസ് സാലറി എന്ന് ഉറപ്പായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് എവിടെയും സെറ്റ് ഓഫ് ചെയ്യുക, ബാങ്ക് ഇൻട്രസ്റ്റിന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. കാരണം PGBP ലോസ് IFOസിന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല എന്ന് അവിടെ റൂളില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാം. ക്യാരി ഫോർവേഡ് സെറ്റ് ഓഫിലുള്ള റൂൾ ഇത്രേ ഉള്ളൂ. എന്താണോ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞത് അത് ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല എന്ന് പറയാത്തത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വരിക, സാലറിയിൽ ഒരു നമ്മുടെ 70,000 നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി ലോസ് 2 ലാഖ് സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ സാലറിയിൽ 2 ലാഖ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഇൻട്രസ്റ്റ് ഫുൾ സെറ്റ് ഓഫ് ചെയ്തു, അതും പോയി. അപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ വരെ 2 ലാഖ് ആയിരിക്കും. പിന്നെ നമ്മൾ ഫുള്ള് ലോസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിക്കണോ, ഇല്ല. ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ടോട്ടൽ ലോസ് 2,20,000 ആണ്, അതിൽ 2 ലാഖേ സെറ്റ് ഓഫ് ചെയ്തുള്ളൂ. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ ബാക്കി ഇനി അടുത്ത വർഷത്തേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ലോസ് എത്ര ഉണ്ട്, 20,000 ഉണ്ട്. അതുപോലെ ബിസിനസ് ലോസിൽ നമ്മൾ 1,80,000 സെറ്റ് ഓഫ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇനി ബിസിനസ് ലോസിൽ എത്ര പെൻഡിങ് ഉണ്ട്, 20,000 ഉണ്ട്. ആ ലോസുകൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ക്യാരി ഫോർവേഡ് ലോസ് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടി ലോസ് 20,000 അതുപോലെ തന്നെ ബിസിനസ് ലോസ് 20,000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോസ് ദ ക്വസ്റ്റ്യൻ ആൻഡ് റീഡ് ദ ക്വസ്റ്റ്യൻ. സാലറിയിൽ 45,000 ഇൻകം ഉണ്ട്, പക്ഷേ ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ലോസാണ് 24,000. അപ്പോൾ നമുക്കറിയാം ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോസ് നമുക്ക് നേരിട്ട്, വേറെ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം ഒന്നുമില്ല, അപ്പോൾ നേരിട്ട് നമ്മൾ ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫ് ചെയ്യുക, നമുക്ക് സാലറിയുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ സാലറിയുമായിട്ട് ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമ്മൾ 24,000 സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഫുൾ ഹൗസ് പ്രോപ്പർട്ടി ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യുക. ബാക്കി ടാക്സബിൾ സാലറി ഇൻകം 21,000 വരും. പിന്നെ നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിനും ലോസാണ്, സ്പെക്കുലേറ്റീവ് ബിസിനസ്സിനും ലോസാണ്. അപ്പോൾ ബിസിനസ് ലോസ് സാലറി ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ് ഉണ്ട്, അതും നമുക്ക് ലോസാണ്. അപ്പോൾ അതൊന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അല്ല. പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു റൂളും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആയ 25,000 നമുക്ക് 19,000 ആയ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. ഫുള്ളായിട്ട് കവറപ്പ് ചെയ്ത് പോകും. ഫുള്ളായിട്ട് കവറപ്പ് ചെയ്ത് പോകില്ല, 25 നിന്ന് 19 പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ ഒരു 6 ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്താൽ കഴിഞ്ഞാൽ ബാക്കി നമുക്ക് സാലറിയിൽ 45 നിന്ന് 24 പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു 21,000 ഉണ്ടാവും. ഇതായിരിക്കും ഇയാളുടെ ടാക്സബിൾ ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ബാക്കി ലോസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് ബാക്കി ലോസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുക, ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ ഫുള്ള് സെറ്റ് ഓഫ് ചെയ്തു. ബിസിനസ്സിൽ നോൺ സ്പെക്കുലേറ്റീവ് 22,000 ഉണ്ട്. നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ ലോസ് നമുക്ക് 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൻ്റെ ലോസ് 4,000 ഉണ്ട്. എത്ര വർഷം ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും, നമുക്ക് 4 ഇയേഴ്സ് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസിൽ 25ൽ 19 പോയി ബാക്കി ഒരു 6 ഉണ്ട്. അതും നമുക്ക് എത്ര വർഷം ക്യാരി ഫോർവേഡ് ചെയ്യാം, 8 ഇയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ വേ ഓഫ് ഡൂയിങ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ ആ റൂൾസ് ഉണ്ടായിരിക്കണം. ആ റൂൾസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങ് സെറ്റ് ഓഫ് ചെയ്യുക, ഒന്നും നോക്കണ്ട. നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രാ ഹെഡ് അല്ലെങ്കിൽ ഇൻ്റർ സോഴ്സ് സെറ്റ് ഓഫിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിനിലെ ഹെഡിനുള്ളിലൊരു സെറ്റ് ഓഫാണ്. പ്രീവിയസ് ഇയർ 1920 എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഇയർ 2021 സെറ്റ് ഓഫാണ് നിങ്ങൾ കാണുന്നുണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 1,50,000. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട് 1819. അപ്പോൾ നമ്മളെ ഇയർ 2021 ആണ് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ നമുക്കറിയാം ഇത് പ്രീവിയസ് ഇയർത്തെ ക്യാരി ഫോർവേഡ് ചെയ്തതാണ് അല്ലേ, ബ്രോഡ് ഫോർവേഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ 1920 അത് 1890 പറയുമ്പോൾ പ്രീവിയസ് ഇയർ, അത് 1920 പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൻ്റെ ക്യാരി ഫോർവേഡ് ചെയ്തതാണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അത് കറണ്ട് ഇയർ. അപ്പോൾ ഇവിടെ ഈ വർഷത്തെ 2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ഒന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ഒന്ന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും. ബാക്കി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസും ലോങ് ടൈം ക്യാപിറ്റൽ ലോസും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്തും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്രോഹിബിറ്റഡ് സെറ്റ് ഓഫ് ആണ്. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് 96 ഉണ്ട്. അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി എത്ര ഉണ്ടാവും, 75 95 നമ്മുടെ ഡിഫറൻസ് 21. അപ്പോൾ സ്റ്റിൽ ഒരു 21,000 സെറ്റ് ഓഫ് ചെയ്യാത്ത ലോസ് ഉണ്ടാവും. അത് അടുത്ത വർഷത്തേക്ക് വീണ്ടും എന്ത് ചെയ്യുക, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് അടുത്ത വർഷത്തോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് 21,000 ഉണ്ടാവും. ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്തൂടെ. അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1,50,000, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഹൗ മച്ച്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് 37,000. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്, 1,13,000 ഉണ്ട്. അപ്പോൾ ഫുൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്തു. ബാക്കി ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,13,000 കാരണം. പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ഒരു 21,000 ഉണ്ടാവും. നമുക്കൊരിക്കലും ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഉൾട്ട പറ്റും എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്
ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. സോ പിന്നെ നിങ്ങൾ എപ്പോഴും ക്യാരി ഫോർവേഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇയർ എക്സ്പയർ ആയിട്ടില്ല എന്ന് നോക്കണം കേട്ടോ. നെക്സ്റ്റ് ഓണിങ് ആൻഡ് മെയിൻ്റെനൻസ് റൈസോഴ്സിന് നമുക്ക് ഇൻകം ഉണ്ട്. അതേപോലെ ഓണിങ് ആൻഡ് മെയിൻ്റെനൻസ് റൈസോഴ്സിന് നമുക്ക് എന്തുണ്ട്, ലോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ആ ഇൻകം ഫുള്ളായിട്ട് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും 75,000 നിന്ന് 96,000 പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഒരു ഓൾമോസ്റ്റ് 75,000 നിന്ന് 96,000 പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടെ 21,000 ലോസ് ഉണ്ട്. ആ ലോസ് നമുക്കറിയാം, ലോസ് ഫ്രം ആക്ടിവിറ്റി ഓഫ് ഓണിങ് ആൻഡ് മെയിൻ്റെനൻസ് റൈസോഴ്സ് ആ കറസ്പോണ്ടിങ് ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് അടുത്ത വർഷത്തോട്ട് എന്ത് ചെയ്യുക, ക്യാരി ഫോർവേഡ് ചെയ്യുക. പിന്നെ ടെക്സ്റ്റൈൽ ബിസിനസ്സിലെ ലോസ് ഉണ്ട് ഒരു 50,000. അത് ടെക്സ്റ്റൈൽ ബിസിനസ്സിലെ ഇൻകവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ വീണ്ടും ഒരു ഇൻകം ഉണ്ടാവും 35,000. അത് നമുക്ക് എന്ത് ചെയ്യും, ഈ വർഷം ടാക്സ് ചെയ്യും. പിന്നെ ടെക്സ്റ്റൈൽ ബിസിനസ്സിലെ ഫുള്ള് ലോസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓണിങ് ആൻഡ് മെയിൻ്റെനൻസ് റൈസോഴ്സിൽ ഒരു 21,000 ഇപ്പോഴും നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാത്ത ലോസ് ഉണ്ട്. അത് അടുത്ത വർഷത്തോട്ട് എന്ത് ചെയ്യുക, ക്യാരി ഫോർവേഡ് ചെയ്യുക. ദെൻ ഇലൂസേഷൻ 5 സാലറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് ഉണ്ട്. ലോസ് ഫ്രം നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഉണ്ട്. ഇൻകം ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ്സും ലോസ് ഫ്രം നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ്സും ഉണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ലോസും ഉണ്ട്. വിന്നിങ് ഫ്രം ലോട്ടറി ഉണ്ട്. അപ്പോൾ ഇവിടെ വിന്നിങ് ഫ്രം ലോട്ടറി ഓക്കെ, അടിപൊളി. പിന്നെ നമുക്കറിയാം സാലറിയുമായിട്ട് നമ്മുടെ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം ഉണ്ട്, നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസും ഉണ്ട്. അപ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. പക്ഷേ നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് എവിടെയും റൂളില്ല. അപ്പോൾ അത് ചെയ്യുക. ഓക്കെ, ഇത് പറഞ്ഞു വെച്ചിട്ട് അതിൻ്റെ റിവേഴ്സ് പറ്റില്ല എന്നില്ല, അങ്ങനെ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ 60,000 നിന്ന് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകത്തിൽ നിന്ന് നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ഓഫ് ചെയ്യുക. അപ്പോൾ അത് അവിടെ തീരുമാനമായി. പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വല്ലതും ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. വേറെ ഏതെങ്കിലും ഇൻകത്തിന് പറ്റുമോ, പറ്റില്ല. കാരണം ക്യാപിറ്റൽ ഗെയിനിലെ ഹെഡിലെ ലോസ് ക്യാപിറ്റൽ ഗെയിനിലെ ഹെഡിലെ ഇൻകവുമായിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ വിന്നിങ് ഫ്രം ലോട്ടറി, പിന്നെ സാലറി, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് അടുത്ത വർഷത്തോട്ട് എന്ത് ചെയ്യുക, നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാം. സോ ദാറ്റ്സ് അബൌട്ട് ദിസ് ചാപ്റ്റർ, ക്യാരി ഫോർവേഡ്, സെറ്റ് ഓഫ്. അപ്പോൾ സെറ്റ് ഓഫ്, ക്യാരി ഫോർവേഡ് ലൈക്ക് എന്താ പറയുക, ക്ലബിങ് ഈസി ചാപ്റ്ററാണ്. വാട്ട് ഷുഡ് ഐ സേ, ഒരു നോർമൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രം അല്ലെങ്കിൽ ഒരു സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയയാണ്. അപ്പോൾ പ്രോബബ്ലി ചിലപ്പോൾ ഒരു 5 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ സംടൈംസ് 7 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ഏരിയയാണ്. സോ ടേക്ക് ഇറ്റ് ഫ്രം ബി, ഈസി ചാപ്റ്ററാണ്, അടിപൊളിയായിട്ട് പഠിക്കുക. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട്സ് പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട്. Have a nice learning time. Bye bye.